പാലക്കാട് മേപ്പറമ്പിൽ വഴിയരികിൽ ഉപേക്ഷിച്ച് സിരിഞ്ചുകൾ കുത്തിക്കയറി 13-കാരന് പരിക്ക്. കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. ചെരുപ്പഴിക്കാൻ പറഞ്ഞു, ചെരുപ്പഴിച്ചു. ഞങ്ങൾ മറ്റേ ഇവിടുന്ന് അത് ഒഴിവാക്കി നേരെ വീട്ടിൽ പോയിട്ട് അത് ക്ലീൻ ചെയ്ത് ഞാൻ പിറ്റേ ദിവസം മറ്റേ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോയി TT എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു നിങ്ങൾ നേരെ ജില്ലാശുപത്രിക്ക് പോകാൻ പറഞ്ഞു. ഇതിൻ്റെയാണെന്നുള്ളത് അറിയില്ലല്ലോ നമുക്ക്. ഇനി ആരെങ്കിലും കൊണ്ട് ഇട്ടതാണോ? അപ്പോൾ പരാതിപ്പെടാൻ പരാതിപ്പോൾ നമ്മൾ ആരെങ്കിലും പരാതിപ്പെടുക. നമ്മൾ പഞ്ചായത്തിൽ മറ്റേ ഇതിൽ ഹെൽത്തിൽ പോയി, രായരി ഹെൽത്തിൽ പോയി ഹെൽത്തുകാരൻ്റെ പറഞ്ഞു. അപ്പോൾ അവർ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഹെൽത്തിൽ കംപ്ലയിൻറ്റ് കൊടുക്കും, ഇതിന് വേറെ ആർക്കും ഇത് സംഭവിക്കാൻ പാടില്ല, അത് പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം. സാജിദ് അഷ്മൽ ചേരുന്നു. സാജിദ്, എന്തെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഗുരുതര പരിക്കാണോ? ധന്യ, പാലക്കാട് നഗരത്തിലുള്ള മേപ്പറമ്പിൽ നിന്നാണ് ഈ റോഡരികിൽ നിന്നും സിറിഞ്ച് കുത്തിക്കയറി 13 വയസ്സുള്ള വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. കാലിൽ ഈ സിറിഞ്ച് കുത്തിക്കയറുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു കൂട്ടം സിറിഞ്ചുകൾ ഇങ്ങനെ വഴിയരികിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് വഴിയരികിൽ ഈ സിറിഞ്ചുകൾ ഉപേക്ഷിച്ചത് എന്ന് സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് ലഹരി മാഫിയ ഉപയോഗിച്ച് പിന്നീട് ഉപേക്ഷിച്ചതാണോ എന്നൊരു സംശയമാണ് പോലീസിന് പ്രധാനമായും ഉള്ളത്. കാരണം ഈ ആശുപത്രികളിൽ ഉപയോഗിക്കുന്നത് ഈ രീതിയിൽ ഈ ഒരു വഴിയരികിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഈ സാധാരണഗതിയിൽ പാലക്കാട് ഉള്ള മലമ്പുഴയിലെ ഇമേജ് എന്ന IMAയുടെ നിയന്ത്രണത്തിലുള്ള ഈ മെഡിക്കൽ വേസ്റ്റ് ഈ സംസ്കരണ കേന്ദ്രത്തിലേക്ക് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ സിറിഞ്ച് അടക്കമുള്ള വസ്തുക്കൾ എത്തിക്കുന്നുണ്ട്. അത് ഈ ലോറിയും മറ്റും പോകുമ്പോൾ ഇടയ്ക്ക് 1-2 സിറിഞ്ചുകൾ വീണു പോകുന്നതും പതിവാണ്. പക്ഷേ ഇത്രയും അധികം സിറിഞ്ചുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എങ്ങനെ വന്നു എന്നത് അസ്വാഭാവികമാണ്. ഈ കുട്ടിക്ക് ഈ കാലിൽ ഗുരുതരമായ പരിക്കേറ്റു. ആദ്യം പാലക്കാട് രാജീവ് ഗാന്ധി ആശുപത്രിയിൽ, സഹകരണ ആശുപത്രിയിൽ കാണിച്ചു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും ഈ കുട്ടി ചികിത്സ തേടി. കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. എന്തായാലും ഈ ഇത്രയും സിറിഞ്ചുകൾ എങ്ങനെ ഈ വഴിയരികിൽ വന്നു, ആരാണിത് കൊണ്ടുവന്നിട്ടത് എന്നതടക്കം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്.